അമ്മ എവിടെയൊക്കെ നോക്കി നിന്നെ ഒറ്റയ്ക്ക് പുറത്തു പോരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഞാൻ ബാൽക്കണിയിൽ നിന്നപ്പോ ഒരു വലിയ സ്ഥലം സ്പീഡിൽ പോയി. ഇപ്പൊ അതിനെ കാണുന്നില്ല. എവിടെയാ? അത് വാൽനക്ഷത്രമായിരിക്കും മോനെ. ഞങ്ങളുടെ ചെറിഞ്ഞും വാലുണ്ടായിരുന്നു. ആണോ? ഈ നക്ഷത്രത്തിന് എന്താ വാലില്ലാത്തേ? സ്റ്റാർസ് അങ്ങ് ദൂരെയല്ലേ. ആ ചില സ്റ്റാർസിന്റെ ചെറിയ കഷ്ണങ്ങള് പൊട്ടി ഭൂമിയിലേക്ക് വീഴും. അങ്ങനെ വീഴുമ്പോ തീ പിടിച്ച് കത്തുന്നതാ നമുക്ക് വാല് പോലെ കാണുന്നത്. അപ്പൊ എന്റെ തല വീഴുവോ? ഒന്ന് പോടാ, അങ്ങനെയൊന്നും വീഴില്ല. മനു ഇവിടെ വന്ന് നിക്ക, ടോയ്ലറ്റിൽ പോയി വരാന്ന് പറഞ്ഞിട്ട്. ഞാൻ എന്ത് ടെൻഷനിലായെന്നറിയോ? എത്ര തവണയായി ചോദിക്കുന്നു ഏത് കളറാണെന്ന്. അപ്പോഴൊക്കെ ഫോണിലല്ലാന്നോ? ടീന, ഇനി ഞാൻ മനുവിനെ പഠിപ്പിച്ചോളാം. സത്യം പറഞ്ഞ മനു ഭയങ്കര റെസ്റ്റ്ലെസ്സാ. അവനെ എനിക്ക് മാത്രമേ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ നാളെ മുതല് ടീന വരണമെന്നില്ല. അയാള് വണ്ടിയിലിരുന്നേ ഫോണിന് ഭാര്യയെ വിളിച്ച് സ്കൂളിലെ അഡ്മിഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. പിന്നെ കിണ്ടി കിണ്ടി ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലായി. വിദ്യാഗുരുവിൽ തന്നെയല്ലേ? അതെ അതെ, 10 മണിക്ക് ആപ്ലിക്കേഷൻ ഫോം കൊടുത്ത് തുടങ്ങത്തുള്ളൂ. പക്ഷെ ക്യൂ വെളുപ്പിനെ തുടങ്ങിയിട്ടുണ്ട്. എന്റെ വണ്ടി കയറിയാണ് ക്യൂ നിൽക്കാൻ വന്നതാ. ആദ്യം ഫാം വാങ്ങുന്ന 50 പേരെ എന്തായാലും ഇന്റർവ്യൂവിന് വിളിക്കുന്ന അങ്ങേര് എന്നോട് പറഞ്ഞതേ. നമ്മൾ ലേറ്റ് ആവോ? ഇല്ല ഇല്ല, ഞാൻ ഷഫീഖിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ ഇപ്പോൾ എത്തിക്കണം. ക്യൂ കിടക്കുന്ന കിടാണ്ട. ആ വായി നോക്കി എവിടെയാണ്? നിങ്ങളുടെ മോന് വേണ്ടിയല്ല. അല്ല, ഞാൻ ബാച്ചിലറാ. അപ്പൊ പിന്നെ ഞങ്ങളുടെ തറവാട്ടില് 3 കുട്ടികളെ വീതം ഓരോ കൊല്ലം സ്പോൺസർ ചെയ്യുന്നുണ്ട്. അതിലൊരു കുട്ടിക്ക് വേണ്ടിയിട്ടാ. തെണ്ടി അവിടെ ഒന്ന് വളയ്ക്കുക. വളച്ചത് മതി, ചെന്ന് കട തുറക്ക്. അല്ല, ഞാൻ കുഴപ്പമില്ല, ഞാൻ തയ്യാറായിട്ട് വന്നാ. അപ്പൊ കട ആരും ഓർക്കും? ചെല്ലട വേഗം. ഞാൻ അങ്ങക്ക് വേണ്ടി 10 ദിവസം വരെ വരിക്കാൻ തയ്യാറാ. ചെല്ലട വേഗം. എല്ലാത്തിലും ഇടപെടും. ക്യൂ നിൽക്കാൻ എത്ര കൊതി. ഞാൻ ഇനിയും വരും. കൊടുത്തു തുടങ്ങിയില്ലോ അല്ലേ? ഇല്ല ഇല്ല അല്ലേ? ഇതുവരെ കൊടുത്തിട്ടില്ല. വെളുപ്പിനെ വന്ന് നിന്നതാ. ഇനി എപ്പോ കൊടുക്കോ? ഒന്ന് പിടിച്ച്. അയ്യോ, ആരെങ്കിലും പിടിച്ചേ. എന്ത് പറ്റി? കുറച്ച് വെള്ളം കൊണ്ടുവരും. ആരെങ്കിലും കുറച്ച് വെള്ളം കൊണ്ടുവരൂ. കടത്തി വിട്ടോളൂ. ഒന്ന് പിടിച്ചേ. പോയി ഓട്ടോ എടുക്ക. ചേട്ടാ, ഒന്ന് സഹായിച്ചാ മതി. കാലേ ഓട്ടം മതി. നീ ക്യൂ നിൽക്കടാ. അത് കുഴപ്പമില്ല, ഹോസ്പിറ്റലിൽ പോട്ടെ. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വന്നിട്ടോ, അവിടെ നല്ല ട്രീറ്റ്മെന്റ് കിട്ടും. കിടന്നുറങ്ങടാ, വാങ്ങിക്കോ എന്റെ കയ്യിന്ന്. അവന്റെ ഒരു അച്ഛൻ, എന്റെ ഒരു തലവിധി. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? ഒന്നിനും സമയം, ഒന്നിനും. വഴി കിടക്കുന്ന കിളവന്മാർ ആശുപത്രി കൊണ്ടുപോകാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. കൂടെ ഉണ്ടല്ലേ കുറെ എണ്ണം. എന്തിനു കൊള്ളാം? മുലാലി, എന്തെങ്കിലും ഒരു താക്കോല് ഉത്തരവാദിത്തം തരാൻ വേണ്ടേ? വന്നതാ. എന്റെ കാര്യം പോട്ടെ. ആ താക്കോല് കൊച്ചിന്റെ നീ ഭാവിയിൽ വെച്ചോ. ഓർത്തോ? ഞാൻ നാളെ വരെ ലേറ്റ് ആവും.